അനിമോൾ വേഴ്സസ് ഗിസൈൽ. ആക്ച്വലി ഈ ഒരു ഫൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്താണ് രണ്ടുപേരും പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഗിസൈൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച ഫുള്ള് അനിമോൾ തന്നെയാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. ലാസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗിസൈലിനെ ജയിലിലോട്ട് വിടുമ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു അനിമോൾ എന്തോ പറ്റി ഈ ഗിസൈലിൻ്റെ പാൻറ്റും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. ഇവിടെ എന്തെങ്കിലും ഇനി അടിച്ചു മാറ്റി അതിനകത്ത് വെച്ചിട്ടുണ്ടോ ജയിലിൽ കൊണ്ടുപോയി കഴിക്കാൻ എന്നുള്ളത് ചെക്ക് ചെയ്യുമായിരുന്നു അനിമോൾ. സോ അനിമോൾ ആക്ച്വലി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ഗെയിം. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി അനിമോൾ ഗെയിം കളിക്കുന്നത് ഈ ഗിസൈലിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. ഒന്നെങ്കിൽ ഗിസൈലിനെ ചുറ്റിപ്പറ്റിയുള്ള ഗ്യാങ്ങിനെതിരെ കളിക്കും, അല്ലെങ്കിൽ ഗിസൈലിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ അത് മാറ്റിയിട്ട് ആരിനെതിരെയും കൂടെ ഗെയിം കളിക്കേണ്ടതുണ്ട്. പിന്നെ ഈ നമ്മുടെ ഉനിലിനെതിരെ അല്ലെങ്കിൽ അഭിലാഷിനെതിരെയൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. കാരണം അവിടെ അഭിലാഷ് ആണെങ്കിലും ഉനിയിലാണെന്നുണ്ടെങ്കിലും ഈ സ്ത്രീകൾക്കെതിരെ നല്ല രീതിയിലുള്ള സംസാരമല്ല സംസാരിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി റേന ഫാത്തിമ അനിമോൾക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റ് ആയതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അനിമോൾ വരണം. കാരണം അനിമോൾ അങ്ങനെ ഗെയിം കളിച്ചെങ്കിലേ കുറച്ചുകൂടെ മുന്നേറാൻ പറ്റത്തുള്ളൂ. ഗ്രൂപ്പിസം ആണല്ലോ അവിടുത്തെ മെയിൻ പ്രശ്നം. ഗ്രൂപ്പിസത്തിനെതിരെ ഗെയിം കളിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ളൊരു ഫെയിമാണ് അനിമോൾക്കുള്ളത്. സോ ആ ഫെയിം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇനി പൊങ്ങി വരുന്നത്, അതായത് ഇപ്പോൾ പൊങ്ങി വരുന്നുകൊണ്ടിരിക്കുന്ന അഭിലാഷ് ആണെങ്കിലും ഉനിയിലാണ് അല്ലെങ്കിൽ അവരുടെ ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ അതിനെതിരെയും ഗെയിം കളിക്കണം. സോ അത് എന്ന് കളിച്ചു തുടങ്ങുന്നു അപ്പോഴേ ഇനി അനിമോൾക്ക് ഇനിയും കൂടി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം.